LDC പരീക്ഷയിൽ ജോഗ്രഫി എന്ന് പറയുന്ന ഭാഗത്ത് ചോദിച്ചിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളും ഫൈനാൻസിക് പ്രകാരമുള്ള ഉത്തരങ്ങളുമാണ് നമ്മളിവിടെ ഒന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ചോദ്യം ഇതാണ്: ഭൂമിയുടെ ആന്തരിക ഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ശരിയായ പ്രസ്താവനയാണ്. ഭൂവൽക്കത്തിലെ ഭൂഖണ്ഡങ്ങളുടെ ഭാഗം സിയാൽ എന്നും സിയാലിന് താഴെ കടൽത്തറ ഭാഗം സിമ എന്നും അറിയപ്പെടുന്നു. ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അപ്പൊ അതിലേക്ക് വരും മുമ്പ് ചെറിയൊരു കാര്യം പറയാം. ഭൂമിയുടെ ഉള്ളറകളെ ഭൂവൽക്കമെന്നും മാൻഡിലെന്നും കാമ്പെന്നും മൂന്നായിട്ട് തരംതിരിക്കുന്നു എന്ന് നമുക്കറിയാം. ഏറ്റവും പുറമെ ഭൂവൽക്കം, മധ്യഭാഗത്തായിട്ട് മാൻഡിൽ, ഏറ്റവും ഉള്ളിലായിട്ട് കാമ്പ് വരുന്നു. ഇതില് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പ്രകാരം ഈ ഭൂവൽക്കത്തെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. അതിലൊന്ന് വൻകര ഭൂവൽക്കവും മറ്റൊന്ന് സമുദ്ര ഭൂവൽക്കവുമാണ്. വൻകര ഭൂവൽക്കത്തിൽ സിലിക്കൺ, അലുമിനിയം എന്നിവ കൂടുതലായി കാണപ്പെടുന്നതിനാൽ നമ്മൾ അതിനെ സിയാൽ എന്ന് വിളിക്കുന്നു. അതേ സമയത്ത് ഈ സമുദ്ര ഭൂവൽക്കത്തിൽ സിലിക്കൺ, മഗ്നീഷ്യം എന്നിവ കൂടുതലായി കാണുന്നതുകൊണ്ട് സിമ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക, നമ്മളിവിടെ പരിചയപ്പെട്ടിരിക്കുന്നത് സിലിക്കൺ, അലുമിനിയം എന്നിവ കൂടുതലായി കാണപ്പെടുന്നതിനാൽ ഈ പറയുന്ന വൻകര ഭൂവൽക്കത്തെ സിയാൽ എന്നും അതേപോലെ തന്നെ നമ്മുടെ സമുദ്ര ഭൂവൽക്കത്തെ സിമ എന്നുമാണ് വിളിക്കുന്നത്. ഇത് ഓർത്തിരിക്കാൻ വേണ്ടി നമ്മൾ ചെറിയൊരു ടിപ്പ് പഠിച്ചു വെക്കും. ഈ സിയാൽ എന്ന് എഴുതുമ്പോൾ LA ലാൻഡ് എന്ന് നമ്മൾ എഴുതുമ്പോൾ, കര ലാൻഡ് എന്ന് നമ്മൾ എഴുതുമ്പോൾ LAയിലാണ് ആരംഭിക്കുന്നത്. സിയാൽ എന്ന് എഴുതുമ്പോൾ ALലാണ് അവസാനിക്കുന്നത്. ആ ഒരു രീതിയിൽ നമ്മൾ ഓർത്തിരിക്കും. LAനെ നേരെ തിരിച്ചിട്ടതാണ്. അപ്പൊ ഇവിടെ ഓർക്കുക, ഭൂവൽക്കത്തിലെ ഭൂഖണ്ഡങ്ങളുടെ ഭാഗം സിയാൽ, അതേപോലെ തന്നെ സിയാലിന് താഴെ കടൽത്തറ ഭാഗം സിമ എന്നും അറിയപ്പെടുന്നു. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ പറയുന്ന സിയാലും സിമയും നമ്മൾ പഠിച്ചു വെക്കുന്നത്, മറക്കാതിരിക്കാനായിട്ട്. അപ്പൊ ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് A എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മുടെ ഉത്തരമെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. കാരണം ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് ശരിയാണ്, ഒന്ന് വരുന്ന ഒറ്റൊരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ A ആണ്. ഇനി ഭൂവൽക്കവും മാൻഡിലും തമ്മിൽ വേർതിരിക്കുന്ന വരമ്പാണ് ഗുട്ടൻബർഗ് വിജനത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. കാരണം നമ്മുടെ ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ A ആണ്. അതില് 2 എന്ന് പറയുന്നത് തെറ്റെന്നാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് ഈ ഭൂവൽക്കവും മാൻഡിലിനും ഇടയിലുള്ള ഈ ഒരു അതിർത്തിയാണ് ഗുട്ടൻബർഗ് വിജനത എന്നാണ്. അത് ശരിക്കും മോഹോ വിജനതയാണ്. ഈ മാൻഡിലിനും അതേപോലെ ഈ കാമ്പിനും ഇടയിലുള്ള ഈ അതിർത്തിയാണ് എന്തെന്ന് പറയുന്നത്? ഗുട്ടൻബർഗ് വിജനത എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു അതിർവരമ്പ്, മാൻഡിലിന്റെയും കാമ്പിന്റെയും അതിർവരമ്പാണ് ഗുട്ടൻബർഗ് വിജനത. അതേപോലെ തന്നെ ഭൂവൽക്കത്തിനും മാൻഡിലിനും ഇടയിലുള്ള ആ ഒരു വേർതിരിക്കുന്ന മേഖലയാണ് മോഹോ വിജനത എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ അതുകൊണ്ടാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാൻ കാരണം. ഭൂവൽക്കവും പുറക്കാമ്പും ചേരുന്നതാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. അതും തെറ്റാണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ ശിലാമണ്ഡലം എന്ന് പറയുന്നത്, ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ ശിലാമണ്ഡലം എന്ന് പറയുന്നത് ഭൂവൽക്കത്തെ, ഈ ഭൂവൽക്കവും അതുപോലെ തന്നെ മാൻഡിലിന്റെ ഉപരിഭാഗം, നമ്മൾ അതിന് ഉപരി മാൻഡിൽ എന്ന് പറയും, ആ ഒരു ഭാഗവും ചേർത്ത് പറയുന്നതാണ് ശിലാമണ്ഡലം എന്ന് പറയുന്നത്. അപ്പൊ ഇത് മൊത്തം ഭൂവൽക്കം, ഇത് നടുവിലായിട്ട് മാൻഡിൽ, അതിന്റെ ഈ ഉപരിഭാഗത്തായിട്ട് വരുന്ന ഉപരി മാൻഡിൽ, അതേപോലെ തന്നെ ഭൂവൽക്കം കംപ്ലീറ്റ്, ഇത്രയും ചേരുന്നതാണ് ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ഭൂവൽക്കവും പുറക്കാമ്പും എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ഇവിടെ കാമ്പ് എന്ന് പറഞ്ഞാൽ ഈ മാൻഡിൽ കഴിഞ്ഞിട്ടാ. അപ്പം എന്താണ്? അത് തെറ്റാണ്. അപ്പൊ ശരിക്കും എന്താ വേണ്ടത്? ഉപരി മാൻഡിൽ പ്ലസ് ഭൂവൽക്കം, അതാണ് എന്ത്? ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ ശിലാമണ്ഡലം എന്ന് പറയുന്നത്. ഇനി മാൻഡിലിന്റെ ദുർബലമായ മുകൾ ഭാഗത്തെ അസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നു. ഇവിടെ ഈ ശിലാമണ്ഡലം നമ്മൾ പറഞ്ഞല്ലോ, ഇത്രയും ഭാഗം ശിലാമണ്ഡലം, അതിന് തൊട്ട് താഴെയായിട്ട് ഏകദേശം ഈ ഒരു മാൻഡിലിന്റെ ഈ ഒരു മധ്യഭാഗത്തായിട്ട് അവിടെയാണ് എന്ത് കാണപ്പെടുന്നത്?
അസ്തനോസ്ഫിയർ കാണപ്പെടുന്നത്. ഈ അസ്തനോസ്ഫിയറിലാണ് എന്തുള്ളത്? നമ്മുടെ മാഗ്മയുള്ളത്. അപ്പം മാഗ്മയുടെയൊക്കെ ഉറവിടം എന്നറിയപ്പെടുന്നത് മധ്യ മാൻഡിൽ അല്ലെങ്കിൽ അസ്തനോസ്ഫിയർ ആണ്. നമ്മുടെ അഗ്നിപർവ്വത സ്ഫോടനങ്ങളൊക്കെ വരുമ്പോൾ പുറത്തേക്ക് എത്തുന്ന ലാവയുണ്ടല്ലോ, അത് പുറത്തെത്തുമ്പോൾ ലാവ, ഉള്ളിലാവുമ്പോൾ മാഗ്മ. അപ്പോൾ അതിൻ്റെയൊക്കെ ഉറവിടം എന്ന് പറയുന്നത് അസ്തനോസ്ഫിയർ ആണ്, അല്ലെങ്കിൽ മധ്യ മാൻഡിലാണെന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അത് ഏകദേശം ഈ പറയുന്ന ഈ മാൻഡിലിന്റെ, നമ്മുടെ ഈ മാൻഡിലിന്റെ ഒരു മുകൾ ഭാഗത്തായിട്ട് വരും. മധ്യഭാഗം നമ്മൾ പറയും, ഒരു മുകൾ ഭാഗത്തൊക്കെ ആയിട്ട് വരും. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പൊ അതിന് നാലാമത്തെ സ്റ്റേറ്റ്മെന്റും എന്താണ്? ശരിയാണ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നതിൽ 1ഉം 4ഉമാണ് ശരി. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒരുപക്ഷെ ഈ ഒരു ടോപ്പിക്ക്, ഭൂമിയുടെ ഉള്ളറകൾ എന്ന ടോപ്പിക്ക് പഠിക്കുമ്പോൾ എല്ലാവരും പഠിക്കുന്നതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് തന്നെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ പ്രത്യേകത. അതായത് മറ്റ് സ്റ്റേറ്റ്മെന്റ് ഒന്നും അറിയില്ലെങ്കിൽ പോലും ഒറ്റ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏത്? ട്രോപ്പോസ്ഫിയർ, കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ, അയണോസ്ഫിയർ, റേഡിയോ തരംഗങ്ങൾ, സ്ട്രാറ്റോസ്ഫിയർ, അറോറ, മീസോസ്ഫിയർ, ഓസോൺ പാളി എന്നിങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ അന്തരീക്ഷ പാളികൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അവിടെ ഓരോ അന്തരീക്ഷ പാളിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സവിശേഷതകളിൽ പെടുന്ന കാര്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ട്രോപ്പോസ്ഫിയർ, നമ്മൾ അന്തരീക്ഷ പാളികൾ എടുക്കുകയാണെങ്കിൽ ആദ്യം ട്രോപ്പോസ്ഫിയർ, പിന്നെ സ്ട്രാറ്റോസ്ഫിയർ, അതിനുശേഷം മീസോസ്ഫിയർ. അപ്പോൾ ആദ്യം വരേണ്ടത് ട്രോപ്പോസ്ഫിയർ, പിന്നെ സ്ട്രാറ്റോസ്ഫിയർ, പിന്നെ മീസോസ്ഫിയർ, പിന്നെ തെർമോസ്ഫിയർ. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു അന്തരീക്ഷ പാളിയിൽ ഈ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്ന ഏറ്റവും അടിയിലുള്ള ആ ഒരു അന്തരീക്ഷ പാളി, അവിടെയാണ് എന്ത് കാണപ്പെടുന്നത്? കാലാവസ്ഥാ പ്രതിഭാസങ്ങളൊക്കെ കാണുന്ന, മഴ, അതുപോലെ തന്നെ തുടങ്ങിയ ഋതുക്കള്, അങ്ങനെയുള്ള കാലാവസ്ഥാ പ്രതിഭാസങ്ങളുണ്ടല്ലോ, അതൊക്കെ കാണപ്പെടുന്നത് ഈ ട്രോപ്പോസ്ഫിയറിലാണ്. അത് ശരി തന്നെയാണ്. ഇനി അടുത്ത് കൊടുത്തിരിക്കുന്നത് അയണോസ്ഫിയർ ആണ്. അയണോസ്ഫിയർ റേഡിയോ തരംഗങ്ങൾ എന്ന് കൊടുത്തിട്ടുണ്ട്. അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അയണോസ്ഫിയർ റേഡിയോ തരംഗങ്ങൾ എന്ന് കൊടുത്തിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റും എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റാണ്. അപ്പോൾ ഈ റേഡിയോ തരംഗങ്ങളൊക്കെ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അയണോസ്ഫിയറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റും എന്താണ്? ശരിയാണ്. ഇനി സ്ട്രാറ്റോസ്ഫിയറിലാണ് അറോറ എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിലാണ് എന്ത് കൊടുത്തിരിക്കുന്നത്? അറോറ എന്ന് കൊടുത്തിരിക്കുന്നത്. ഈ അറോറ എന്ന് പറയുന്നത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? സ്ട്രാറ്റോസ്ഫിയറുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അറോറ ദൃശ്യമാകുന്നത് തെർമോസ്ഫിയറിലാണ്. അറോറ ദൃശ്യമാവുന്നത് തെർമോസ്ഫിയറിലാണ്. എന്താണ് ഈ അറോറ എന്ന് പറയുന്നത്? നമ്മുടെ ഈ ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ സൗരക്കാറ്റ് അന്തരീക്ഷ തന്മാത്രകളൊക്കെ ആയിട്ട് കൂട്ടിമുട്ടുമ്പോൾ വ്യത്യസ്തങ്ങളായ വർണ്ണരാജികൾ ഉണ്ടാക്കുന്നു. ഈ ഒരു വർണ്ണവിസ്മയമാണ്. ആകാശത്തേക്ക് നോക്കുമ്പോൾ ഒരു വർണ്ണവിസ്മയം നമുക്ക് കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അറോറ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് നമ്മുടെ ഉത്തര ദക്ഷിണ ധ്രുവങ്ങളിലാണ് ഇത് നമുക്ക് ദൃശ്യമാവുന്നത്. ഈ അറോറ എന്ന ഈ ഒരു പ്രതിഭാസം നമുക്ക് ദൃശ്യമാവുന്നത്. ഈ ഉത്തര ധ്രുവത്തിൽ ദൃശ്യമാകുന്ന അറോറയെ നമ്മൾ നോർത്തേൺ ലൈറ്റ്സ് എന്ന് വിളിക്കാറുണ്ട്. അതേപോലെ ദക്ഷിണ ധ്രുവത്തിൽ ദൃശ്യമാകുന്ന അറോറയെ സതേൺ ലൈറ്റ്സ് എന്നും വിളിക്കാറുണ്ട്. അപ്പൊ ഇത് പ്രധാനമായിട്ടും ദൃശ്യമാവുന്ന പാളി നമുക്ക് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഈ പറഞ്ഞ പോയിന്റ് മാത്രം മതി. അറോറ ദൃശ്യമാകുന്ന അന്തരീക്ഷ പാളി ചോദിച്ചാൽ അത് ഏതാണ്? തെർമോസ്ഫിയർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അറോറ തെർമോസ്ഫിയറിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. അറോറ എവിടെയാണ് ദൃശ്യമാവുന്നത്? തെർമോസ്ഫിയറിലാണ് ദൃശ്യമാവുന്നത്. അപ്പൊ ആ ഒരു കാരണം കൊണ്ടാണ് ഈ മൂന്നാമത് തന്നിരിക്കുന്നത് തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. സ്ട്രാറ്റോസ്ഫിയർ അല്ല, തെർമോസ്ഫിയർ ആണ്. ഇനി ഓസോൺ പാളി മീസോസ്ഫിയർ എന്നാണ് നാലാമത് കൊടുത്തിരിക്കുന്നത്. എത്രയോ കാലങ്ങളായിട്ട് PSC പരീക്ഷയിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏത്? അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം എന്താണ്? അത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. സ്ട്രാറ്റോസ്ഫിയറിലാണ്
ഓസോൺ പാളി കാണപ്പെടുന്നത്. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാനുള്ള കാരണം. ഈ ഒരു ചോദ്യത്തിൽ ഒന്ന് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ്. ട്രോപ്പോസ്ഫിയറിലാണ് കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെ ഒന്നാമത്തെ ശരിയാണ്. അങ്ങനെ ആകുമ്പോൾ ബിയും ഡിയും നമുക്ക് ഡിലീറ്റ് ആക്കാം. പിന്നെ ഇതിൽ നമുക്ക് അറിയാവുന്നത് ഈ ഓസോൺ പാളി കാണുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് തെറ്റാണ്. അങ്ങനെ ആകുമ്പോൾ ഡി ഒഴിവാക്കാം. പിന്നെ അവശേഷിക്കുന്നത് ബി എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ മാത്രമാണ്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ വേണം ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉത്തരം ചെയ്യാൻ. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും അറിയില്ലെങ്കിൽ പോലും ഇപ്പോൾ ഈ അറോറയൊന്നും ചിലപ്പോൾ എല്ലാവരും പെട്ടെന്ന് പഠിച്ചു പോകണമെന്നൊന്നും ഇല്ല. നമ്മൾ പഠിച്ചു പോയാലും പരീക്ഷ എഴുതുന്ന സമയത്ത് ചിലപ്പോൾ മറന്നുപോയെന്നും വരാം. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ചോദ്യങ്ങളിൽ 1 മുതൽ 4 വരെയുള്ള കാര്യങ്ങളിൽ അറിയുന്നവ എടുത്തുകൊണ്ട് ഓപ്ഷനിൽ പോയിട്ട് ഡിലീറ്റ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ നമ്മൾ ചെയ്തപ്പോൾ ഒന്നാമത്തത് നമ്മൾ നിത്യേന പഠിക്കുന്നതാണ്. ട്രോപ്പോസ്ഫിയർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായാലും കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ എന്ന ഒരു ടേം പഠിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണുന്നതെന്ന് നമ്മൾ പഠിക്കാറുള്ളതാണ്. അപ്പോൾ ആ നാലാമത്തത് തെറ്റാണ്, ഒന്നാമത്തത് ശരിയാണ്. ഒന്നാമത്തത് ഉത്തരത്തിൽ വരണം. അങ്ങനെയാണെങ്കിൽ എയും സിയും വരത്തില്ല, ബിയും ഡിയുമാണ് ബാക്കി. നാലാമത്തത് വരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഡി വരില്ല. അങ്ങനെ നമ്മൾ ഓപ്ഷൻ ബിയിലേക്ക് എത്തിച്ചേർന്നു. ആ ഒരു രീതിയിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താനായിട്ട്. ഒരിക്കലത്തത് 9ാമത്തെ ചോദ്യമാണ്. ഹിമാലയ എന്ന് പറയുന്നത് മടക്കുപർവ്വതം എന്ന് കൊടുത്തിരിക്കുന്നു. വിദ്യാ സത്പുര എന്ന് പറയുന്ന അവശിഷ്ട പർവ്വതം, ആരവല്ലി എന്ന് പറയുന്ന ഗണ്ഡപർവ്വതം, ബാരൻ ദ്വീപുകൾ എന്ന് പറയുന്ന അഗ്നിപർവ്വതം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോന്നിന്റെയും സവിശേഷതകളാണ് ഇവിടെ പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നത്. ഏത് തരത്തിലുള്ള പർവ്വതങ്ങളാണ് എന്നതാണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഹിമാലയ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ തന്നെ ശരിയായ ജോഡിയാണ് കണ്ടുപിടിക്കേണ്ടത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്യുക. നമ്മൾ പഠിക്കാറുണ്ട് മടക്കു പർവ്വതം. ഹിമാലയ ഒരു മടക്കു പർവ്വതമാണെന്ന് നമ്മൾ പഠിക്കാറുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒന്നാമത്തത് എന്താണ്? ശരിയാണ്. ഹിമാലയം എന്ന് പറയുന്നത് എന്താണ്? ഒരു മടക്കു പർവ്വതമാണ്. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി മറ്റൊന്ന് വിദ്യാ സത്പുരയാണ്. ഈ വിദ്യാ സത്പുര എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്നത് അവശിഷ്ട പർവ്വതം എന്നാണ്. ഈ വിദ്യാ സത്പുര എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുമ്പോൾ പഠിക്കാറുള്ളതാണ്. ഇതുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. അതൊരു ഗണ്ഡപർവ്വതമാണ്. എന്താണ്? ഒരു ഗണ്ഡപർവ്വതമാണ് ഈ പറയുന്ന വിദ്യാ സത്പുര എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാ സത്പുര എന്ന് പറയുന്നത് ഒരു ഗണ്ഡപർവ്വതമാണ്. ഇനി ആരവല്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നിരിക്കുന്നത് ഗണ്ഡപർവ്വതം എന്നാണ് തന്നിരിക്കുന്നത്. ശരിക്കും ആരവല്ലി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഇതുപോലെ ഒരു മടക്ക് പർവ്വതം തന്നെയാണ്. അതേപോലെ ബാരൻ ദ്വീപുകൾ അഗ്നിപർവ്വതമാണ്. നമ്മൾ പഠിക്കാറുള്ളതാണ്. ബാരൻ ദ്വീപ് എന്താണ്? അഗ്നി പർവ്വതം തന്നെയാണ്. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ബാരൻ ദ്വീപ് എന്ന് പറയുന്നത് അഗ്നി പർവ്വതത്തിന് ഉദാഹരണമാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ വിദ്യ അതുപോലെ തന്നെ ആരവല്ലി തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് തെറ്റായതെന്നും പഠിച്ചു. ഹിമാലയ ഒരു മടക്ക് പർവ്വതം എന്ന് പഠിക്കുമ്പോൾ ആരവല്ലിയും ഒരു മടക്ക് പർവ്വതമാണെന്ന് പഠിക്കുക. അതേപോലെ തന്നെ വിദ്യാ സത്പുര എന്ന് പറയുന്നത് ഒരു ഗണ്ഡപർവ്വതമാണ്. അതേസമയം ബാരൻ ദ്വീപുകൾ എന്ന് പറയുന്നത് ഒരു അഗ്നി പർവ്വതത്തിന് ഉദാഹരണമാണ് എന്ന കാര്യം ഓർത്ത് വയ്ക്കുക. ആൻഡമാൻ നിക്കോബർ ആ പ്രദേശത്തായിട്ട് വരുന്ന നമ്മുടെ ബാരൻ ദ്വീപ് അതൊരു അഗ്നി പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ്. ഇപ്പോൾ ഈ ഒരു ചോദ്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഹിമാലയ മടക്ക് പർവ്വതം എന്നറിയാം. അത് ശരിയാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എയും ബിയും നമുക്ക് ഡിലീറ്റ് ആക്കാം. അങ്ങനെ ആകുമ്പോൾ ഇനി ബാരൻ ദ്വീപുകൾ എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്. അതൊരു അഗ്നിപർവ്വതമാണ്, നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ 4 ശരിയാണ്. 4 വരണം. അങ്ങനെ ഓപ്ഷൻ ബി ആണ് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ബാക്കി വിദ്യയും സത്പുരയും ചിലപ്പോൾ ആ പരീക്ഷ എഴുതുന്ന സമയത്ത് അത് ഗണ്ഡപർവ്വതമാണോ എന്നൊന്നും ചിലപ്പോൾ അറിയണമെന്നില്ല. ആരവല്ലിയും നമ്മൾ പഠിച്ചെങ്കിൽ പോലും അതൊരു മടക്കുപർവ്വതമാണോ എന്ന് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നേക്കാം. അതേ സമയത്ത് ബാരൻ ദ്വീപുകൾ എത്രയോ തവണ PSC ചോദിക്കുന്നതാണ്. അതേപോലെ തന്നെ ഹിമാലയ ഒരു മടക്കുപർവ്വതമാണ്. ഹിമാലയ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ആ 2 കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. അതിലൂടെ നമുക്ക് ഓപ്ഷനിലേക്ക് എത്താൻ പറ്റും. അതാണ് ഈ ഒരു ചോദ്യത്തിന്റെ പ്രത്യേകത. ഇനി അടുത്ത് നോക്കാം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിച്ചിരിക്കുന്നത് പെരിയാർ നദിയെയാണെന്നാണ് പറയുന്നത്.
അപ്പോൾ അവിടെ തന്നിരിക്കുന്ന ആ ഒരു പ്രസ്താവന ശരിയാണ്, നമ്മൾ പഠിക്കാറുള്ളതാണ്. ചാലക്കുടി പുഴ ആനമലയിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്നു എന്ന് പറയുന്നു, അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി പമ്പാ നദി അഷ്ടമുടിക്കായലിൽ ചേരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. വേമ്പനാട് കായലിലാണ്, പമ്പ വേമ്പ എങ്ങനെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി കബനി നദി കാവേരി നദിയിൽ ചേരുന്നു, ശരിയാണ്, കബനി കാവേരി നദിയുടെ പോഷക നദിയാണ്. അപ്പോൾ ഇവിടെ 1, 2, 4 ശരിയായിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. ഇനി ഇവിടെ നോക്കൂ, കുറച്ച് ഡാമുകൾ തന്നു, അതുമായി ബന്ധപ്പെട്ട നദികളും തന്നിട്ടുണ്ട്. ഇവിടെ തന്നിരിക്കുന്ന ഒന്നാമത്തെ പോങ് ഡാമാണ്. അപ്പോൾ പോങ് ഡാമുമായി ബന്ധപ്പെട്ട് അത് നമ്മുടെ ഹിമാചൽ പ്രദേശിലാണെന്നും അത് നമ്മുടെ ബിയാസ് നദിക്ക് കുറുകയാണെന്നും നമ്മൾ പഠിക്കാറുള്ളതാണ്. പൊങ്ങച്ചം പറയുക, അങ്ങനെ കേട്ടിട്ടില്ലേ? പൊങ്ങച്ചം പറഞ്ഞിട്ട് ബിയാസ്, ആ ഒരു രീതി നമ്മൾ പഠിക്കാറുണ്ട്. ഹിമാചൽ പ്രദേശ്, പോങ്, പിന്നെ ബിയാസ്. അപ്പോൾ ഇവിടെ എന്താണ്, അത് തെറ്റാണ്, ഒന്നാമത്തത് തെറ്റാണ്. അപ്പോൾ ശരിയായ ജോഡിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 1 വരാൻ പാടില്ല. അപ്പോൾ 1 വരാൻ പാടില്ല എന്ന് പറയുമ്പോൾ എയും ഡിയും ഡിലീറ്റ് ആക്കി. ഇനി അടുത്തത് മേട്ടൂർ ഡാം, പണ്ട് മുതലേ നമ്മൾ പഠിക്കുന്നതാണ്. എവിടെയാണ്? കാവേരി നദിയിൽ, തമിഴ്നാട്ടിൽ മേട്ടൂർ ഡാം. അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ അവിടെ നമുക്ക് 2 നമ്മുടെ ഓപ്ഷനിൽ വരണം, 1 പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ബിയിലേക്ക് പോകാൻ പറ്റും. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇനി തെഹരി ഡാം, തെഹരി ഡാം സ്ഥിതി ചെയ്യുന്നത് ഭഗീരഥി നദിയിലാണ്, ഉത്തരാഖണ്ഡിൽ. തെഹരി, ഭഗീരഥി, ആ ഒരു രീതി പഠിക്കാം. ഭഗീര, തെഹരി പറയുമ്പോൾ തന്നെ ഏകദേശം ഒരേപോലെ ഉണ്ട്. അതെവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ഇനി ജവഹർ സാഗർ ഡാം, ജവഹർ സാഗർ ഡാം രാജസ്ഥാനിലാണ്, അത് ചമ്പൽ നദിയിലാണ്. അവിടെ ബിയാസ് എന്നാണ് കൊടുത്തത്. അപ്പോൾ ശരിക്കും പോങ് ഡാം ആണ് ബിയാസിൽ വരുന്നത്. അതുപോലെ മേട്ടൂർ കാവേരി തന്നെ തമിഴ്നാട്ടിൽ. തെഹരി എവിടെയാണ് വരേണ്ടത്? ഭഗീരഥിയാണ്. അതേപോലെ തന്നെ അതെവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ഇനി ജവഹർ സാഗർ ഡാം വരേണ്ടിയിരുന്നത് ചമ്പതിയിലാണ്, എവിടെയാണ്? രാജസ്ഥാനിലാണ്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് ഇവിടെ 1 അതുപോലെ തന്നെ 4 തെറ്റാൻ കാരണം. അപ്പോൾ ആ തെറ്റ് എന്ത് ചെയ്യുക? തിരുത്തി പഠിക്കുക. ഇനി കുറച്ച് ഗവേഷണ കേന്ദ്രങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ എന്ന് കൊടുത്തിരിക്കുന്നു, അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കണ്ണാറ, വാഴകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ അത് ശരിയാണ്. അപ്പോൾ 1 ശരി, 1 ശരി. അപ്പോൾ 1 എല്ലാ ഓപ്ഷനിലും ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ബി എന്ന് പറയുന്ന ഓപ്ഷനിലില്ല, അതിനങ്ങ് ഡിലീറ്റ് ആക്കി കളയാം. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ, പന്നിയൂർ കുരുമുളക് ഇനം തന്നെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ 1ഉം 2ഉം ശരിയാണ്. 1ഉം 2ഉം വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഡിയും ഡിലീറ്റ് ആയി. അപ്പോൾ ഇവിടെ നോക്കുക, എയും സിയുമാണ് ഇനി ബാക്കിയുള്ളത്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, തെറ്റല്ലേ? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം നമ്മൾ പഠിക്കുന്നത് എവിടെയാണ്? കാസർഗോഡാണ്. കാസർഗോഡിലെ കുഡ്ലു എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പറയുന്ന കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ അത് എന്താണ്? തെറ്റാണ്. അപ്പോൾ 3 തെറ്റാണ്, 3 വരാൻ പാടില്ല. അതിൽ നിന്ന് തന്നെ ഉത്തരത്തിലേക്ക് എത്താലോ. ബാക്കിയൊന്നും അറിയില്ലെങ്കിൽ പോലും നോക്ക്, എയിലും ബിയിലും ഡിയിലും 3 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പണ്ട് മുതലേ PSC ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് അത്. ഓപ്ഷൻ സിയിലേക്ക് ഉത്തരത്തിലെത്താം. ഇഞ്ചി ഗവേഷണ കേന്ദ്രം നമ്മുടെ വയനാട്ടിലെ അമ്പലവയലിലാണ്. കേരള PSC പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാറുള്ള കുറച്ച് ഗവേഷണ കേന്ദ്രങ്ങൾ ഒന്ന് പറഞ്ഞു പോകാം, കേട്ടിരിക്കുക. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ഇവിടെ ശ്രീകാര്യം എന്ന് കൊടുത്തിട്ടുണ്ട്, തിരുവനന്തപുരത്താണ് കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം. അപ്പോൾ എന്താണ്? കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇനി അടുത്തത് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം, അത് നമ്മുടെ കുഡ്ലു എന്ന് പറയുന്ന സ്ഥലത്താണ്. അതെവിടെയാണ്? നമ്മുടെ കാസർഗോഡ് ജില്ലയിലാണ്. അപ്പോൾ തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ഉണ്ട്, ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം എന്ന് ചിലപ്പോൾ ഓപ്ഷനിൽ തരാം. അത് നമ്മുടെ കോഴിക്കോടാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്, ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം നമ്മുടെ കോഴിക്കോട് ജില്ലയിലാണ്. അതുപോലെ മറ്റൊന്ന് കശുവണ്ടി ഗവേഷണ കേന്ദ്രം, അത് മലപ്പുറം ജില്ലയിലെ ആനക്കയം എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. മലപ്പുറം ജില്ലയിലെ ആനക്കയം എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ മടക്കത്തറയിലുമുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ മടക്കത്തറയിലും ഉണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. ഇതാണ് കശുവണ്ടി ഗവേഷണ കേന്ദ്രം. അപ്പോൾ ആനക്കയം മലപ്പുറം, തൃശ്ശൂർ മടക്കത്തറ, ഈ 2 സ്ഥലത്തും എന്തുണ്ട്? കശുവണ്ടി ഗവേഷണ കേന്ദ്രമുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയാം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരം ശ്രീകാര്യം,
കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ് ജില്ലയിലെ കുടിലു എന്ന് പറയുന്ന സ്ഥലം. ഇനി നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട് ജില്ല, അതിനെ വേണമെങ്കിൽ ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം എന്നും ചോദിക്കാം. കശുവണ്ടി ഗവേഷണ കേന്ദ്രം മലപ്പുറത്തെ ആനക്കയം എന്ന സ്ഥലത്തും നമ്മളെ തൃശ്ശൂർ ജില്ലയിലെ മടക്കത്തറ എന്ന സ്ഥലത്തുമാണ്. അപ്പോൾ മലപ്പുറം, ആനക്കയം, പിന്നെ തൃശ്ശൂർ, മടക്കത്തറ കശുവണ്ടി ഗവേഷണ കേന്ദ്രം. ഇനി സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രമുണ്ട്. അവിടെ ഓർക്കണം, സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രമാണ്. അത് എവിടെയാണ്? നമ്മുടെ പാമ്പാടുംപാറ, ഇടുക്കി ജില്ലയിലെ പാമ്പാടുംപാറയിലാണ് നമ്മുടെ സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇനി കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം, അതേപോലെ കൈതച്ചക്ക റിസർച്ച് സ്റ്റേഷൻ, ഇത് രണ്ടും തെറ്റിപ്പോരും. ഗവേഷണ കേന്ദ്രം എന്നാ ചോദിക്കുന്നെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ വെള്ളാനിക്കരയാണ്. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം തൃശ്ശൂർ ജില്ലയിലെ വെള്ളാനിക്കര. കൈതച്ചക്ക റിസർച്ച് സ്റ്റേഷൻ ആണെങ്കിൽ എറണാകുളത്തുള്ള വാഴക്കുളം. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ വെള്ളാനിക്കരയിൽ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം, കൈതച്ചക്ക റിസർച്ച് സ്റ്റേഷൻ നമ്മുടെ എറണാകുളം ജില്ലയിലെ വാഴക്കുളത്താണ്. ഇനി കരിമ്പ് ഗവേഷണ കേന്ദ്രമുണ്ട്. അത് പത്തനംതിട്ടയിലെ തിരുവല്ലയിലുമുണ്ട്, പാലക്കാട് ജില്ലയിലെ മേനോൻപാറയിലുമുണ്ട്. അപ്പോൾ രണ്ടിടത്തും എന്തുണ്ട്? കരിമ്പ് ഗവേഷണ കേന്ദ്രമുണ്ട്. അപ്പോൾ നമ്മൾ കേരളത്തിലെ ഗവേഷണ കേന്ദ്രങ്ങളാണ് പഠിക്കുന്നത്. കരിമ്പ് ഗവേഷണ കേന്ദ്രം പത്തനംതിട്ട, തിരുവല്ല നമ്മളെപ്പോഴും കേൾക്കാറുള്ളതാണ്. മേനോൻപാറ പാലക്കാടും ഉണ്ട്. പിന്നെ നെല്ല് ഗവേഷണ കേന്ദ്രം പാലക്കാട് പട്ടാമ്പിയിലുണ്ട്. നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ മാങ്കൊമ്പ്, കായംകുളം, വെറ്റില, വൈറ്റില എന്ന എറണാകുളം എന്ന് പറയുന്ന സ്ഥലത്തുമുണ്ട്. അപ്പോൾ പട്ടാമ്പി പാലക്കാട്, മാങ്കൊമ്പ്, കായംകുളം ആലപ്പുഴ, അതുപോലെ വൈറ്റില എവിടെയാണ്? എറണാകുളം. അപ്പോൾ ഇവിടെ നെല്ല് ഗവേഷണ കേന്ദ്രം വൈറ്റില, എറണാകുളം, ഒപ്പം കായംകുളം ആലപ്പുഴ, പിന്നെ മാങ്കൊമ്പ്, പിന്നെ പാലക്കാട് പട്ടാമ്പി, പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിൽ. കാർഷിക ഗവേഷണ കേന്ദ്രം നമ്മുടെ തൃശ്ശൂരിലെ മണ്ണൂത്തിയിലാണ് കാർഷിക ഗവേഷണ കേന്ദ്രം. പുൽത്തൈല ഗവേഷണ കേന്ദ്രമുണ്ട്. പുൽത്തൈല ഗവേഷണ കേന്ദ്രം അത് നമ്മുടെ എറണാകുളം ജില്ലയിലെ ഓടക്കാലി. നമ്മൾ ഈ ഓടയിലൊക്കെ പുൽത്തൈലം ഒഴിച്ചു എന്നൊക്കെ നമ്മൾ കേൾക്കും. അപ്പോൾ പുൽത്തൈല ഗവേഷണ കേന്ദ്രം എറണാകുളം ഓടക്കാലിയിലാണ്. ഇവിടെ എന്തൊക്കെ പഠിച്ചു? കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്ത്. അപ്പോൾ നമ്മളെ ചോദ്യത്തിൽ വാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ, കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ, അതുപോലെ ഇഞ്ചി ഗവേഷണ കേന്ദ്രം നമ്മുടെ അമ്പലവയൽ, അതുപോലെ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ് കുടിലു എന്ന് പറയുന്ന സ്ഥലം. പിന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട്. കശുവണ്ടി ഗവേഷണ കേന്ദ്രം രണ്ടെണ്ണം, ഒന്ന് ആനക്കയം മലപ്പുറം, മറ്റൊന്ന് തൃശ്ശൂർ മടക്കത്തറ. ഇനി സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം കേന്ദ്രമാണ്. അത് നമ്മുടെ പാമ്പാടുംപാറ ഇടുക്കി. ഇനി നമ്മുടെ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം തൃശ്ശൂർ വെള്ളാനിക്കര. കൈതച്ചക്ക റിസർച്ച് സ്റ്റേഷൻ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ എറണാകുളത്തെ വാഴക്കുളം. കരിമ്പ് ഗവേഷണ കേന്ദ്രമാണെങ്കിൽ പത്തനംതിട്ട, തിരുവല്ല. മേനോൻപാറ പാലക്കാട്, ഈ രണ്ട് സ്ഥലത്തുമുണ്ട്. പത്തനംതിട്ടയിലെ തിരുവല്ലയിലും മേനോൻപാറ പാലക്കാട് ജില്ലയിലാണ്. അവിടെ രണ്ടിടത്തും കരിമ്പ് ഗവേഷണ കേന്ദ്രമുണ്ട്. നെല്ല് ഗവേഷണ കേന്ദ്രം പട്ടാമ്പിയിലുണ്ട്, മാങ്കൊമ്പിലുണ്ട്, കായംകുളത്തുണ്ട്, വൈറ്റിലയിലുണ്ട്. മറ്റൊന്ന് മണ്ണൂത്തി കേന്ദ്രീകരിച്ചാണ് കാർഷിക ഗവേഷണ കേന്ദ്രം. അതേപോലെ ഓടക്കാലി എറണാകുളം, അവിടെയാണ് പുൽത്തൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇതൊക്കെ പലപ്പോഴായിട്ട് PSC പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്ന കേരളത്തിലെ ഗവേഷണ കേന്ദ്രങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. ഇവിടെ നമ്മളിവിടെ ചർച്ച ചെയ്തത് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് പരീക്ഷകളിലൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കണക്റ്റിംഗ് ഫാക്റ്റുകളും പരിചയപ്പെട്ടിട്ടുണ്ട്. പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളും നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കും അതുമായി ബന്ധപ്പെട്ട തുടർന്നുള്ള ചോദ്യങ്ങളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.